അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കുറേ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു അത് കേട്ടോ. കണ്ടപ്പോൾ എന്നാൽ പിന്നെ വോയിസ് ഓവർ കൊടുത്ത് കളയാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു അത്. രാവിലെ തന്നെ മോൻ തമ്പോലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറേ തെർമോക്കോളൊക്കെ അറഞ്ചം മുറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറേ തമ്പോലം ഉണ്ടാക്കി. ഒരു തവണ വേലയ്ക്ക് തമ്പോലം വന്നതിന് പിന്നെ ആശാൻ തമ്പോലത്തിൻ്റെ വലിയ ഫാനാണ് കേട്ടോ. അങ്ങനെ അവൻ കുറേ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയുള്ള ഒരു കുഞ്ഞു ബാസ്ക്കറ്റാണ്. ഈ പാശികളെല്ലാം തന്നെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. അമ്മയ്ക്ക് ഇതുപോലെയുള്ള കരകൗശലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഓല കൊണ്ടും പനയോല കൊണ്ടും ഇതുപോലുള്ള പാശികൾ കൊണ്ടും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. മുമ്പ് സ്കൂളിൽ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലൊക്കെ ധാരാളം സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണത്തിന് അമ്മ ഉണ്ടാക്കി കൊടുത്തൊരു ബാസ്ക്കറ്റായിരുന്നു. ഞാനത് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് പൂക്കൾ വെക്കാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് വെക്കാറില്ലേ, അതുപോലെ ഇത് മാധുവിൻ്റെ സൈസിന് പ്രൊപ്പോർഷണലായിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കുറച്ച് പൂക്കളൊക്കെ അത് പറിച്ച് അതൊക്കെ മോൾക്ക് കളിക്കാനും കൂടെ കൊടുത്ത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. എനിക്കിന്നൊരിടം വരെ പോകാനുണ്ടായിരുന്നു. ട്രെയിനിലാണ് പോകണം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അതും ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ സാധാരണ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. ഈ വരുന്ന ട്രെയിൻ നമ്മൾ പോണ വഴിക്ക് തന്നെയാണെന്നുള്ളത് അറിയില്ല. ബസ്സിലാണെന്നുണ്ടെങ്കിൽ ബോർഡിങ്ങിലും ഉണ്ടാവും. ഇത് നമുക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നും ഈ ട്രെയിൻ എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്ക് ട്രെയിനിലെ ഒറ്റയ്ക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത്. പക്ഷേ പോയി ശീലമായപ്പോൾ ഇപ്പോൾ ബസ്സിനേക്കാൾ എനിക്ക് കംഫർട്ടബിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ കൂടിയുള്ള യാത്രയാണ് കേട്ടോ. ആകെ എനിക്കൊരു ടെൻഷൻ പറയണത് ആ അനൗൺസ്മെൻറ്റില്ല, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് ഇനി വന്ന് ട്രെയിൻ നിൽക്കുന്നതെന്ന് പറയുന്ന ആ ഒരൊറ്റ അനൗൺസ്മെൻറ്റ് മാത്രമാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ ട്രെയിൻ യാത്രയിൽ ഓക്കെയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ എന്നെ ടെൻഷനാക്കുന്ന മറ്റൊന്നാണ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്ന ട്രെയിനിൽ പ്ലാറ്റ്ഫോമിൽ എവിടെയാണ് ബോഗി നിൽക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ 100% ട്രെയിൻ യാത്രയിൽ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊച്ചിയിലെത്തുന്നതാണ് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ അതാണ്. അതിനുശേഷം ഞാൻ പിന്നെ തിരുവനന്തപുരത്തെ എക്സാംസിനൊക്കെയാണ് ഞാൻ പിന്നെ പോയിട്ടുള്ളത്. ആ ആദ്യത്തെ ട്രെയിൻ യാത്രയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചിട്ട് ട്രെയിനിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എപ്പോഴും നല്ലൊരു ഓർമ്മകളാണ്. അതിനുശേഷം കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ മാരേജാണ്. നമ്മൾ ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ട്രെയിനാണല്ലോ പൊതുവേ ചൂസ് ചെയ്യാം. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുന്നത് ഒരു 3-4 തവണയാണ് ഞാൻ പോയിട്ടുള്ളത്, അതുപോലെ പല എക്സാംസിനും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഓർക്കപ്പെടുന്ന മറ്റൊരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകണതാണ്. നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിൽ നമുക്കൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് അവിടെ പോയി റിക്വസ്റ്റ് കൊടുത്ത് അങ്ങനെ വാങ്ങിക്കലൊക്കെ ആയിരുന്നു. അതുപോലെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിലൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ട്രെയിൻ യാത്ര എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ, ഇന്നെന്ന് പറയുന്നത് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഈ യാത്രയ്ക്കിടയിൽ കണ്ണിന് കുളിരേകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കോളേജ് മലൻ്റെ മുകളിലായിരുന്നു എൻ്റെ കോളേജ്. അപ്പോൾ അതെപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ നമ്മളെപ്പോഴും നമ്മുടെ കോളേജിനെ കാണുന്ന സമയത്ത് അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമ്മളെന്നും കോളേജിൽ പോകാറില്ലല്ലോ, പക്ഷേ ഈ ട്രെയിൻ യാത്രക്കിടയിൽ ഇത് കാണുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് തരാറുണ്ട്. അതുപോലെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ സന്തത സഹചാരി വെർ ഈസ് മൈ ട്രെയിൻ ആപ്പാണ്. നമുക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ KSRTCക്ക് ചില ആപ്പ് ഉള്ളതുപോലെ ട്രെയിനിന് വെർ ഈസ് മൈ ട്രെയിൻ ഉള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണും. സത്യം പറഞ്ഞാൽ ധൈര്യത്തിൽ ഞാൻ ട്രെയിനിൽ ഇരിക്കുന്നത് തന്നെ ഈ ഒരൊറ്റ ആപ്പിൻ്റെ സഹായം കൊണ്ടാണ് കേട്ടോ. അതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ വെർ ഈസ് മൈ ട്രെയിൻ ആപ്പിന് ഒരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള ആപ്പൊക്കെയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും അധികം പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൊരു ആപ്പ് കൂടിയാണത്. KSRTC ചില ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു വെർ ഈസ് മൈ ട്രെയിൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നമുക്ക് ചില ആപ്പാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളും ചിലപ്പോൾ അപ്ഡേറ്റ് ആവാനൊക്കെ ടൈം എടുക്കും. പക്ഷേ വെർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്നത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ഞാൻ ഈ ട്രെയിൻ യാത്രയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ 9ാം ക്ലാസ്സിലാണ് കേട്ടോ. അന്നൊരു പുഷ്കല ടീച്ചറിനെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ടീച്ചറാണ് ഞങ്ങളുടെ സോഷ്യൽ ക്ലബ്ബിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം, അങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കൽ ഇങ്ങനെ ട്രെയിനിൽ ഒരു പാലക്കാട്ടിൽ നിന്ന് എനിക്കൊന്ന് ഒലവക്കൂട്ടിക്കോ അങ്ങനെ എന്തോ ഒരു ജസ്റ്റ് ഒരു ട്രെയിൻ യാത്ര അവർക്ക് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറുടെ നിർബന്ധത്തിൽ സോഷ്യൽ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.